ഹലോ, ഇന്ന് ഞാൻ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്കിതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് വേവിച്ച 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരണം, എന്നാലും നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു തടിത്തവി ഉപയോഗിച്ചാണ് അത് പൊടിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടും ഇളക്കാം, പക്ഷേ തടിത്തവിയാണ് നമുക്കൊരു സൗകര്യമുണ്ട്. ഇങ്ങനെ നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് വേകണം, എന്നാൽ മാത്രമേ ഇതുപോലെ നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങെടുക്കുക. ഞാനിവിടെ ഇതുണ്ടാക്കുന്നതിന് ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിന് അത്യാവശ്യം വരുന്ന എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ചെയ്യും. ഇപ്പോൾ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയപ്പോൾ നല്ല എരിയായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്ന ഒരു 2 സ്പൂൺ അരിപ്പൊടിയാണ് ഇതിന് ചേർക്കേണ്ടത്. അരിപ്പൊടി ചേർത്താലാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഞാനിവിടെ ഒരു 2-3 പീസാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഒഴിവാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ചിക്കൻ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റേറിയൻസ് നമുക്ക് പനീർ ചേർക്കാം. പനീർ നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ ഞാൻ പനീറിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിൽ ഉപ്പൊക്കെ ഇട്ടല്ലേ ഫ്രൈ ചെയ്ത്, എന്നാലും കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആവശ്യമാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസാണ്, അതും കൂടെ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഞാൻ അതുകൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. പനീറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങളൊന്ന് ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് മാഗി ക്യൂബ് ഉണ്ടായിരുന്നു, ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. കയ്യിലൊന്ന് വേണമെങ്കിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കുക, അപ്പോൾ നമ്മുടെ കയ്യിലൊട്ട് പിടിക്കുകയൊന്നുമില്ല. ഇതേ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു നീളത്തിനുള്ള അങ്ങനെയുള്ള ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതേ കണ്ടോ, നമ്മൾ കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഓരോന്നും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. എനിക്കിഷ്ടമുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാമേ. ഇതേ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂടെ അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല എണ്ണ നല്ല തിളയ്ക്കണം. പക്ഷേ നിങ്ങൾ ഫ്ലെയിം കൂട്ടിക്കളയരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ്, എന്നാലും ഇതിൽ കിട്ടണമെങ്കിൽ ഒരു കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു തീയിൽ വേണം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കണം, പിന്നെ നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാമേ. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണേ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു.